പ്രിയ സഹോദര സഹോദരി, വീണ്ടും പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാകട്ടെ, കഷ്ടതയാകട്ടെ, ജീവിതത്തിലെ ഞെരുക്കമാകട്ടെ, ആരിൽ കൂടി അത് സംഭവിച്ചാലും ശരി, അത് നീ കൊണ്ടുപോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ നിന്റെ കഷ്ടതയെ അവൻ മാറ്റിത്തരും, നിന്റെ ഭാരത്തെ അവൻ മാറ്റും. ദൈവം നിന്റെ ഭാരത്തെ ചുമക്കുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ വലിയൊരു ആശ്വാസം നിനക്ക് കിട്ടും, നിന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടും. അങ്ങനെ സ്വസ്ഥത കിട്ടുന്നതുവരെയും നീ എന്തു ചെയ്യണം? പ്രാർത്ഥന ചെയ്യണം. നീ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഹൃദയത്തെ നീ നേരെയാക്കണം, നിന്റെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം, നിന്റെ സകല ആകുലതകളും കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കണം. നിന്റെ സകല കഷ്ടതയും എന്താണ്? യഹോവയുടെ മേൽ സമർപ്പിക്കുക. നിന്റെ സകല കഷ്ടതയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീ സമർപ്പിക്കുക. അവൻ നിന്റെ ഭാരത്തെ വഹിക്കും. അന്ന് എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുക ചെയ്തില്ലേ? പ്രാർത്ഥിച്ചു. എന്താണ് ചെയ്തതെന്ന് നോക്കാം. നമ്മുടെ പ്രശ്നവും അവരുടെ പ്രശ്നവും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇവിടെ വചനം പറയുന്നു, മിസ്രയീമ്യർ ഇസ്രായേൽ ജനത്തെ പിന്തുടരുന്നത് കണ്ടുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ട് യഹോവയായ നിലവിളിച്ചു. അപ്പോഴവർ മോശയോട് എന്താണ് പറഞ്ഞത്? ഞാൻ ലളിതമായിട്ട് പറയാം. വീട്ടിൽ കുറച്ച് കടഭാരങ്ങളൊക്കെയുണ്ട്. തന്മൂലം വലിയ ഞെരുക്കം അനുഭവപ്പെടുന്നു, തന്മൂലം വലിയ ദുഃഖമാണ്. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ കഷ്ടതയും നിങ്ങളുടെ കടഭാരവുമൊക്കെ ദൈവത്തോട് ചെന്ന് പങ്കുവയ്ക്കുവാനിടയാകും. ദൈവത്തോട് പങ്കുവച്ചതിന് ശേഷം ദൈവം എന്താണ് തരുന്നത്? നിന്റെ മനസ്സിന് സമാധാനം തരും. നീ സമാധാനം നേടിയതിനു ശേഷം നീ എന്താണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ വിഷമിച്ച് വരികയാണ്. ഭാര്യ, നീ എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? ഭർത്താവ് നിരാശയോടെ ദുഃഖത്തോടെ കടന്നു വന്ന് കസേരയിൽ തളർന്നിരിക്കുകയാണ്. കാരണം താൻ പോയ കാര്യം നടന്നില്ല, ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടന്നില്ല, സഹായിക്കാമെന്ന് പറഞ്ഞ ആള് കൈമലർത്തി. അവിടെ നിരാശയോടെ തളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവളായ നീ എന്താണ് ചെയ്യേണ്ടത്? ദേ നോക്ക്, ഒന്നും പേടിക്കേണ്ട. ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും അത്ഭുതകരമായ വഴി തുറന്നു തരും. ഇന്ന് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി. എനിക്കവൻ സമാധാനം തന്നു. വചനം വായിച്ചപ്പോൾ വചനത്തിൽ കൂടി ദൈവനോട് സംസാരിച്ചു. നിങ്ങൾ ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. നിങ്ങളിങ്ങനെ അധൈര്യപ്പെട്ടു പോയാൽ എൻ്റെയും കുട്ടികളുടെയും കാര്യം എന്താണ്? അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കൂ. ദൈവം വാഗ്ദത്തം തന്നു, വേണമെങ്കിൽ നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വചനം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നീ ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു, ആശ്വസിപ്പിക്കുന്നു. അത് ദൈവസന്നിധിയിൽ ചെന്നിട്ട് നിന്റെ ഭാരമെല്ലാം ഇറക്കിയതിന് ശേഷം ആശ്വാസം പ്രാപിച്ചെടുത്ത ഉത്തമയായ സ്ത്രീ ചെയ്യുന്നതായ കാര്യമാണ്. ഭർത്താവ് വെളിയിലേക്ക് പോയിരിക്കുന്നു, ആഗ്രഹത്തോടെ ലോൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കടന്നു പോയിരിക്കുന്നത്. നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നിന്റെ ഭർത്താവ് പെട്ടെന്ന് കടന്നു വന്നിട്ട് ഡോർ മുട്ടുന്നു. ഭർത്താവ് വളരെ നിരാശയോടെ ആകുലതയോടെ കടന്നു വരികയാണ്. കടന്നു വന്ന് അവിടെ ഇരിക്കുന്നു. അപ്പോൾ നീ എന്താണ്, അവരും ലോണ് തന്നില്ലേ? എനിക്ക് അന്നേരമേ അറിയാമായിരുന്നു നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല എന്ന്. എന്തൊരവസ്ഥയാണ്! എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. എൻ്റെ ജീവിതം വഴിയാധാരമായി പോയല്ലോ. നിങ്ങളെ കണ്ടുകൊണ്ട് ആരാണ് ലോണ് തരുന്നത്? നിങ്ങളെ കല്യാണം കഴിച്ചതായ എൻ്റെ ജീവിതമാണ് ഗതികെട്ടത്. നോക്കൂ, ഈ സ്റ്റൈൽ ആരുടേതാണ്? ഭൂതത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ്, നിങ്ങൾക്കൊന്നും മറുപടി പറയാനില്ലേ? ഒന്നുമില്ല. കാരണം നിങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ എന്തിനാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുവോ? പ്രാർത്ഥിച്ചു. കർത്താവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുവോ? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് നിനക്ക് ആശ്വാസം തന്നു, ബലം തന്നു, നിനക്ക് വാഗ്ദത്തം തന്നു, ശരിയല്ലേ? ഈ വാഗ്ദത്തവും ബലവും തന്നത് എന്തിനു വേണ്ടിയാണ്? ഭർത്താവിനെ നിന്ദിക്കുവാൻ വേണ്ടിയാണോ? ഭർത്താവ് കടന്നു വരുന്ന സമയത്ത് ഭർത്താവുമായിട്ട് കലഹിക്കുവാൻ വേണ്ടിയാണോ? ഭർത്താവിനെ ഇറക്കിവിടാൻ വേണ്ടിയാണോ? അല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ നിങ്ങളെ നിന്ദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്ഥിതി ഇതുതന്നെയായിരുന്നു.
മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ, കഷ്ടതയുടെ നടുവിൽ, വിഷമതയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ സഹായമായി നിൽക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്നതായ അവസ്ഥയിൽ കർത്താവെ വഴി കാണിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഞങ്ങൾക്ക് വഴികൾ കാണിച്ചു തരുവാൻ, ഞങ്ങൾക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങളോട് നീ സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇരിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുത കാര്യത്തെ കണ്ണുകൊണ്ട് കാണുക. ഇങ്ങനെ നീ ഞങ്ങൾക്ക് നൽകുന്നതായ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ചെങ്കടൽ 2 ഭാഗമായിട്ട് മാറിപ്പോകുന്നത് ഒരിക്കലും നടന്നിട്ടില്ല. എന്നാൽ മിണ്ടാതെയിരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങളെ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ എന്നരുളി ചെയ്തുകൊണ്ട് വഴിയില്ലാതെ ഇരുന്നിടത്ത് നീ വഴി കാണിക്കുവാനിടയായല്ലോ. സഹായം ഇല്ലാതെ ഇരുന്നയിടത്ത് നീ സഹായം നൽകുവാനിടയായല്ലോ. ശത്രുഭീതിയിൽ നിന്ന് ജനത്തെ എല്ലാവരെയും വിടുവിക്കുവാനിടയായല്ലോ. നീ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മഹാദൈവമാകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനത്തെ തരണമേ. ഇന്നു തന്നെ അത്ഭുതങ്ങൾ പ്രാപിച്ചെടുക്കുവാനുള്ളതായ മഹാകൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ആമേൻ.